ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. തെസ്സലോനിക്ക ലേഖനമാണല്ലോ നമ്മൾ ധ്യാനിച്ചു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിന്തയായി ഒരു മാതൃകാ സഭ, ആൻ ഐഡിയൽ ചർച്ച് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 1-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കവേ അതിനകത്തെ പ്രധാന ചിന്ത, ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സേവ്ഡ് ചർച്ച്. രക്ഷിക്കപ്പെട്ടവരുടെ അഥവാ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ദൈവസഭയാണ് മാതൃകാ സഭ എന്ന് പറയുന്നത്. 6-ാം വാക്യത്തിൽ ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സറണ്ടേർഡ് ചർച്ച്. സമർപ്പിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് മാതൃകാ സഭ. 6-ാം വാക്യത്തിൽ തന്നെ ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സഫറിങ് ചർച്ച്. പീഡനത്തിൻ്റെ മധ്യത്തിലും തീഷ്ണതയോടെ നിൽക്കുന്ന സഭയാണ് മാതൃകാ സഭ. 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സോൾ വിന്നിങ് ചർച്ച്. ആത്മാക്കളെ നീതിയിലേക്ക് തിരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആൻ ഐഡിയൽ ചർച്ച് ഈസ് എ സെക്കൻഡ് കമ്മിങ് ചർച്ച്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ആവലോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരുടെ കൂട്ടമാണ് മാതൃകാ സഭ. അതിൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാം. 1, വിശ്വാസത്തിൻ്റെ വേല, വർക്ക് ഓഫ് ഫെയ്ത്ത്. 2, സ്നേഹത്തിൻ്റെ പ്രയത്നം. 3, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിലുള്ള സ്ഥിരത. വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ സ്നേഹപ്രയത്നം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. മൂലഭാഷയിൽ ലേബർ ഓഫ് ലവ് എന്നതിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പദം, അതിൻ്റെ അർത്ഥം കഠിനാധ്വാനം എന്നുള്ളതാണ്. തിമത്യോസിലൂടെ ഈ തെസ്സലോനിക്ക സഭയെപ്പറ്റി പിൽക്കാലത്ത് ലഭിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ദൈവസന്നിധിയിൽ ആ ദൈവസഭയെ ഓർത്ത് കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ അവരെ ഓർക്കുമ്പോൾ 3 കാര്യങ്ങൾ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 1, വിശ്വാസത്തിൻ്റെ വേല, അത് നമ്മൾ ചിന്തിച്ചു. സ്നേഹത്തിൻ്റെ പ്രയത്നം, അതിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കഠിനാധ്വാനം എന്നുള്ള ഒരു പദമാണ്. ലബോറിയസ് ടോയിൽ ഡൺ ടു ദ പോയിന്റ് ഓഫ് എക്സോസ്റ്റൻ, അതായത് മോഹാത്സ്യപ്പെട്ടു വീഴുന്ന നിലയിലേക്ക് പ്രവർത്തിക്കുക. അവിടെ കൊടുത്തിരിക്കുന്ന മൂലഭാഷയുടെ ആ ഫോക്കസ് എന്ന് പറയുന്നത് പ്രവൃത്തിയല്ല, പ്രവൃത്തിക്ക് പിന്നിലുള്ള പ്രയത്നം. ഈ കഠിനാധ്വാനം എന്നുള്ളതിൻ്റെ 2 വാക്കാണ് ഗ്രീക്കിലുള്ളത്. അതിലൊന്ന് ഞാനിപ്പോൾ പറഞ്ഞ മൂലഭാഷയിലുള്ള അർത്ഥം പ്രവൃത്തിയല്ല അത് ഫോക്കസ് ചെയ്യുന്ന, പ്രവൃത്തിക്ക് പിന്നിലെ പ്രയത്നം. 2-ാമത്തെ വാക്ക് എർഗോൺ എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം കഠിനാധ്വാനം തന്നെയാണ്, പക്ഷേ അത് ആ പ്രവൃത്തിയെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെള്ളിയാഴ്ചയും പറഞ്ഞു, ജോലിക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള ഒരു ഉദാഹരണം എടുക്കാം. 12 മണിക്കൂർ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഭാര്യ അതിരാവിലെ എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഭർത്താവിന് ഒരു കാപ്പി ഇട്ട് കൊടുക്കാന്നിരിക്കട്ടെ. കൊടുക്കാൻ കാര്യം, ഭർത്താവ് സിക്കായിട്ട് കിടക്കാം. 2 നിലയിൽ അത് ചെയ്യാം. സ്നേഹത്തിൽ ചെയ്യാം. അവളുടെ കാര്യം ചെയ്യുമ്പോൾ, ആ വ്യക്തിയുടെ കാര്യം ചെയ്യുമ്പോൾ തന്നെ പ്രയത്നിച്ച് ഒരു കാപ്പി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ കോഫി മെഷീനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. രാവിലെ 6 o'clock തന്നെ കോഫി സെറ്റാവും. സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് 2ഉം കാപ്പി ഉണ്ടാക്കുന്നതാണ്. 1, സ്വന്തം പ്രയത്നത്തിൻ്റെ ഇടയിൽ ഭർത്താവിനും കൂടെ, തിരിച്ചും ഭാര്യയ്ക്കും കൂടെ അവളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ടീഷൻ കണ്ടിട്ട്
സ്വന്തം ശരീരത്തിൻ്റെ വീഴ്ചയും ബലഹീനതയും വകവയ്ക്കാതെ ചെയ്യുന്ന പ്രവൃത്തി രണ്ടിലും ഒന്ന് തന്നെയാണ്. കോഫി മെഷീനിൽ വരുന്ന കാപ്പി ഒന്ന് തന്നെയാണ്. മറ്റേത് ആ കാപ്പിയുടെ കൂടെ ഇഞ്ചിയും കൂടെ ചേർക്കണം. കാരണം ആ വ്യക്തിയുടെ കണ്ടീഷൻ അറിഞ്ഞ് വ്യക്തിക്കു വേണ്ടി സ്വന്തം ശരീരത്തെ വകവയ്ക്കാതെ പ്രയത്നിക്കുന്ന പ്രയത്നം, ആ വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്നേഹപ്രയത്നം എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടി ചെയ്യുകയല്ല, ചെയ്തതിൻ്റെ പിന്നിലെ പ്രയത്നം. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരേ ഒരു കാരണത്താലാണ് ഇവിടെ ആരെ ആരാധിപ്പിക്കാത്തത്. അങ്ങനെ നമുക്കൊരു ആരാധന ഉളവാക്കാം, പക്ഷെങ്കിൽ ഉള്ളു കാണുന്ന ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ ചെയ്യുന്നതിലെ പിന്നിലെ പ്രയത്നം കാണുന്നത് അവിടുന്ന് മാത്രമാണ്. നാം ദൈവമാരാണെന്നുള്ള തിരിച്ചറിവിൽ അവിടുത്തേക്ക് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ദൈവമാരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്, നാം രക്ഷിക്കപ്പെട്ടവരാ. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം. നമ്മൾ മുമ്പേ പാടിയ പാട്ടൊക്കെ അതിൻ്റെ എന്ത് അർത്ഥവത്തായ പാട്ടുകളാണെന്നറിയാമോ? ഭക്തന്മാർ അനുഭവത്തിലൂടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എഴുതിയ പാട്ടുകളാ. അതിനകത്തൊരു സ്റ്റാൻസ പലപ്പോഴും നമ്മൾക്ക് പാടുമ്പോൾ കണ്ണുനീരോടുകൂടി അല്ലാതെ പാടുവാൻ സാധിക്കില്ല. എന്തോ ഒരു സ്നേഹമീ സാധുവെ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ നീ വീണു. തള്ളയെ പോലെ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. അത് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം ഉരുകുന്നേ, എൻ്റെ കണ്ണുകൾ നിറയുന്നേ, എൻ്റെ ചങ്ക് തകരുന്നേ എൻ്റെ രക്ഷക. ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തെന്ന് ഓർക്കുമ്പോൾ മാത്രമേ നമ്മളുടെ സ്തുതികൾ ആരാധനയായി അവൻ്റെ സന്നിധിയിൽ ചെല്ലുകയുള്ളൂ. അതായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഒരാൾ ഇവിടെ പ്രയത്നിക്കുന്നത് നല്ലത് തന്നെയാണ്, എൻകറേജ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ഇല്ലെങ്കിലും, കറണ്ട് പോയാലും, ഈ സാധനങ്ങളൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും ഉളവായി വരുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ അവൻ്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അതാണ് അവിടത്തേക്ക് പ്രസാദം. ഈ ദൈവമക്കൾ അങ്ങനെ പ്രയത്നം ചെയ്തവരാണ് എന്നുള്ളതാണ് അപ്പോസ്തലന് മനസ്സിലായത്. അതുകൊണ്ടാണ് ആ സ്നേഹപ്രയത്നം എന്നുള്ള വാക്ക് രണ്ട് വാക്കിൽ ഏറ്റവും കട്ടി കൂടിയ മോഹാത്സ്യപ്പെട്ട് വീഴത്തക്ക രീതിയിൽ പ്രയത്നിക്കുക. ഒരു കാര്യം പ്രവർത്തിച്ച അതിൻ്റെ റിസൾട്ട് എന്നതിനേക്കാൾ അതിൻ്റെ പിന്നിലെ പ്രയത്നം. ഹല്ലേലൂയ. അതാണ് ലേബർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രയത്നം. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്, രണ്ട് സഹോദരങ്ങൾ അവർ യാഗം അർപ്പിക്കാൻ പോയി, അല്ലെങ്കിൽ ഓഫറിങ് വഴിപാടിന് പോയി. അതായത് സ്വമേധയാ, അത് വഴിപാടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഓഫറിങ്. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ഇന്ന് വഴിപാട് അർപ്പിക്കാം. യാഗം എന്ന് പറഞ്ഞാൽ കൽപ്പനാനുസരണമാണ്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാളിൽ ദൈവം പ്രസാദിച്ചത്? പല വിശദീകരണങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്, വ്യക്തിയിലാ ദൈവം പ്രസാദിച്ചു. യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പേ ആ വ്യക്തിയിൽ ദൈവം പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, അതൊരു ബൈബിൾ സ്റ്റഡി ആയിക്കോട്ടെ, പ്രസംഗമായിക്കൊള്ളട്ടെ, ഉപവാസ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സ്തോത്രങ്ങളിൽ, നമ്മുടെ സ്തുതികളിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പേ നമ്മളിൽ ദൈവം പ്രസാദിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് ചിന്തിച്ചതാണ്. ലേബർ ഓഫ് ലവ്. മൂന്നാമത്തെ കാര്യം അവിടെ നമുക്ക് കണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. അവിടെ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്
എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം തീവ്രമായ സമ്മർദ്ദത്തിലും തുടരുക. തീവ്രമായ സമ്മർദ്ദത്തിലും എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. എന്തിലാ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ മുന്നോട്ട് പോകുക. നമ്മളിൽ പലരും, നമ്മുടെ സഹോദരങ്ങളിൽ പലരും അങ്ങനെ പോകുന്നവരാ. തീവ്രമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ സഭയിലുണ്ട്. അതിനൊരു ശാരീരിക ബലഹീനത വന്നാൽ അറിയാം. ആ തീവ്രമായ സമ്മർദ്ദം ഞാൻ പലപ്പോഴും ഊഹിക്കാറുണ്ട്. അതിൻ്റെ ചെറിയൊരു അംശമൊക്കെ നമ്മളും കടന്നു പോയിട്ടുള്ളവരാ. ചെറിയ അംശം. ഒരു ഡയഗ്നോസ് പെട്ടെന്ന് വന്നപ്പോൾ അല്ലേ, അവർ കടന്നു പോകുന്ന തീവ്രമായ സമ്മർദ്ദങ്ങളുടെ നടുവിലും അവർ കർത്താവിലുള്ള വിശ്വാസം വിട്ടില്ല. ഇവര് രോഗത്തിന്റെ അവസ്ഥയിൽ പോയവരല്ല, അങ്ങനെ അവിടെ പറയുന്നില്ല. അവർ പോയത് പെർസിക്യൂഷൻ, കഠിനമായ എതിർപ്പുകളുടെ മധ്യത്തിൽ അവരറിഞ്ഞ് സത്യത്തിനു വേണ്ടി അവർ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്. ഒരു കാലത്ത് ഈ മെസ്സഞ്ചറിനെ, ഈ ദൂതുവാഹിയെ അവിടുന്ന് ഓടിച്ചതാ. പിന്നെ അവിടെ ചെല്ലാൻ തനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആരംഭിച്ചവൻ ഈ പൗലോസ് അല്ല. പൗലോസ് വിത്ത് വിതച്ചെന്നേ ഉള്ളൂ. വിതച്ച വിത്തും പൗലോസിന്റെ അല്ല, ജീവനുള്ള ദൈവത്തിന്റെ വാക്കുകളാ വിത്ത്. അത് 30, 60, 100 മേലെയായി അവിടെ കേട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിൽ, the chosen, the elect, അവരുടെ ഉള്ളിൽ അത് ഫലം കായ്ച്ചു. അത് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അത് ഫലം കായ്ച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം പോലെ ഇന്ന് അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്. അത് കേട്ടപ്പോൾ പറയുക, നിങ്ങളുടെ പ്രത്യാശ വേറൊന്നിലും ആയിരുന്നില്ല. അവിടെ കടന്നു വന്ന് ദൂത് പറഞ്ഞവരിലല്ല നിങ്ങളുടെ പ്രത്യാശ, മനുഷ്യരിലല്ലായിരുന്നു നിങ്ങളുടെ പ്രത്യാശ, അനുകൂലമായ സാഹചര്യങ്ങളല്ലായിരുന്നു നിങ്ങളുടെ പ്രത്യാശ. നിങ്ങളുടെ പ്രത്യാശ യേശു ക്രിസ്തുവിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ സുവിശേഷത്തിന്റെ ആ പൂർണ്ണതയാണ് അത് കാണിക്കുന്നത്, അല്ലേ? അവർ വേറെ ഒന്നുമല്ല പറഞ്ഞത്. പൗലോസും സിൽവാനോസും തിമത്തിയും കൂടെ ചെന്ന് പറഞ്ഞ സുവിശേഷമാണ് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അത് കറക്റ്റ് സുവിശേഷമായിരുന്നു. യേശു ക്രിസ്തുവിനെ അവിടെ പ്രസന്റ് ചെയ്തത്. ബാക്കി എന്തെങ്കിലും ആണെങ്കിലും മാറിപ്പോകും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൺക്ലൂഡ് ചെയ്ത ആ ദൂതിൽ മശികയാണെന്നുള്ള വെളിപ്പാട് കറക്റ്റാ. കർത്താവരോട് പറഞ്ഞു, ഇത് പറയാൻ പറ്റട്ടെ. അടുത്ത വാക്യം കൂടെ പറഞ്ഞിട്ട്, അടുത്ത വാക്യം എന്തുവാ? മനുഷ്യപുത്രൻ. അത് മർക്കോസ് 8:10-45 പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളിക്കളഞ്ഞ് അവർ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്ക വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. മനുഷ്യപുത്രൻ പലത് സഹിക്കുകയും അങ്ങനെ തുടങ്ങുന്നത്. ഗോസ്പലിന്റെ കോറാണത്, സുവിശേഷത്തിന്റെ കാതലാത്. മശികയാണെന്നുള്ള ഏറ്റുപറച്ചിലിൽ സുവിശേഷം ഒതുങ്ങുന്നില്ല. കർത്താവിന്റെ യാഗമരണമാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അതാണ് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിരുന്നത്. അതിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അല്ലാതെ വെറുതെ ഒരു ഏറ്റുപറച്ചിലിൽ, ഒരു കാട് പൂരിപ്പിക്കലിൽ, ഒരു കൈപൊക്കലിൽ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നില്ല. അങ്ങനെ എത്രയോ പേര് കൈപൊക്കി, എത്രയോ പേര് കാട് പൂരിപ്പിച്ചു. എണ്ണം തികയ്ക്കാം. അങ്ങനെ അല്ല. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് മരണമാ. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അവിടുത്തെ യാഗമരണമാണ്. സുവിശേഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ഉയർപ്പാണ്. അവിടുന്ന് പൂർത്തിയാക്കിയ രക്ഷണ പ്രവൃത്തിയുടെ ഒപ്പാണ് പിതാവ് പുത്രനെ ഉയർപ്പിച്ചത്.
ഹല്ലേലൂയ. ക്രൂശ് അപ്രകാരമാണ് നമുക്ക് അഭിമാനമായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലുള്ള പ്രത്യാശ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ കർത്താവിലാണോ? നമ്മുടെ പ്രത്യാശ കർത്താവിലാണോ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണോ? കാരണം ആ കാണുന്നതെല്ലാം മാറിപ്പോകും. കാണാത്തതോ നിത്യം. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്ന എന്തിന്? കാണുന്നതെല്ലാം മാറിപ്പോകും, കാണാത്തതോ നിത്യം. അപ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് ദ പ്രഷർ, നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങളുടെ നടുവിലും ഈ ദൈവമക്കൾ ഉറച്ചു നിന്നു. എവിടെ? കർത്താവിൽ. മത്തായി 7 വാക്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ ഈ വചനങ്ങളെ കേട്ടനുസരിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട് അത് വീണില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ മാറാൻ അധികം സമയമൊന്നും വേണ്ട. അത് പെർസിക്യൂഷൻ മാത്രമാകണമെന്ന് നിർബന്ധമില്ല. ജീവിത സാഹചര്യങ്ങൾ മാറാമല്ലോ, അല്ലേ? ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളോട് ഒരു ദൈവം ഇതിൽ പോയേ പറ്റുള്ളൂ. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, തകർത്ത് കളയാനല്ല, ശുദ്ധീകരണമാണ്, വിശുദ്ധീകരണമാണ്. ആത്യന്തികമായി പുത്രനെ പോലെ നമ്മെ ആക്കി മാറ്റാൻ. പക്ഷെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഒരു വ്യക്തിയിലായിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞ ഈ 2 പ്രധാനപ്പെട്ട ജീവിതാനുഭവം, വിശ്വാസവും പ്രത്യാശയും, ഇത് രണ്ടും വ്യക്തിയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, വസ്തുതയിലല്ല. Our faith and our hope is founded not in facts but in a person. ഫാക്ട്സ് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. യേശു യേശു, രക്ഷിതാവ് രക്ഷിതാവ്, ഞാൻ ഞാൻ, ഇന്ന് ഇന്ന്, രാത്രി രാത്രി, ഇത് ഏറ്റുപറയാൻ ആർക്കാ പാട്? അത് ഫാക്ട്സിലുള്ള ഏറ്റുപറച്ചില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഞാനും ഒരു വേള അങ്ങനെ രക്ഷിപ്പെട്ടു. അതുകൊണ്ട് ഒരർത്ഥവുമില്ല, മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. അത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഇച്ഛപ്രകാരം അനാദിയിൽ പുത്രനിലൂടെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള കൺവിക്ഷൻ നമുക്കുണ്ടാകും. സ്തോത്രം. ഹോപ്പ് എന്ന് പറയുന്നത് ഊഹമല്ല, ഷുവർട്ടിയാണത്, ഉറപ്പാ. ആ ഉറപ്പുണ്ടോ നമുക്ക്? വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിൽ, അതാണ് നമ്മുടെ ഉറപ്പ്. അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആശങ്ക അവന്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതല്ല. ആണോ? എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞാണ് നടക്കുന്നത്? അല്ല. മാർക്കറ്റ് ഇടിയും, അതാണോ? അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യന്റെ ആശങ്ക മരണം. അതിനെ ജയിച്ചവരാണ് ഒരു ദൈവം. ഇത് നമുക്കൊരു ഷുവർട്ടി ഉണ്ട്. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ, ദൈവം എന്ന് വെച്ചാൽ അടുത്ത വീക്കെൻഡ് നമുക്ക് ഫാസ്റ്റിംഗ് പ്രയറാണ്. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ ചിന്തിച്ചതാ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്. പ്രത്യേകിച്ചും കൊരിന്ത്യർക്കുള്ള 2 ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന, സ്വർഗത്തിൽ എന്നുള്ളതല്ല, നമ്മുടെ ശരീരത്തെ പറ്റി അവിടെ പറയുന്നത്, നിലനിൽക്കുന്ന ഒരു 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 കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അത് സ്വർഗത്തിലെ കെട്ടിടമല്ല, കൈപ്പണിയല്ലാത്ത നമ്മുടെ അഭൗമികമായ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം, ഗ്ലോറിഫൈഡ് ബോഡി, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഉറപ്പുണ്ടോ നമുക്ക്? ഉണ്ട്. കർത്താവ് വരുമെന്നുള്ള ഉറപ്പുണ്ടോ? ഉണ്ട്. എനിക്കൊരു രൂപാന്തരം ഉണ്ടാകുന്ന ഉറപ്പുണ്ടോ? ഉണ്ട്. വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടിയാണെന്നുള്ള ഉറപ്പുണ്ടോ? ഉണ്ട്. ആ ഉറപ്പ് പ്രാപിക്കുന്നവരാണ് ദൈവമക്കൾ. പ്രത്യാശ. Because it is rested not on my righteousness. അത് എൻ്റെ നീതിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതല്ല, എൻ്റെ രക്ഷകനിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. It rested on my Savior. എൻ്റെ രക്ഷകനിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്.
അനേക ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. പ്രത്യാശയുടെ കാര്യം, വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ തെസ്സലോനിക്യ ദൈവസഭയിലുള്ള ദൈവമക്കൾ, they had a persevering anticipation of seeing the future glory of their Savior. അവരുടെ രക്ഷിതാവിൻ്റെ വരവെങ്കിൽ ആശ വെച്ചവരാണ് അവർ. 10-ാം വാക്യത്തിൽ അതാ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. ആ ആ അപ്പൊ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിക്കുന്നവരാണ് ഈ ദൈവസഭ. അവരുടെ പ്രത്യാശ പറഞ്ഞോ, പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുവിലാണെന്ന് പറയുമ്പോൾ, താഴോട്ട് വരുമ്പോൾ അതിന്റെ പ്രൂഫ് അപ്പോസ്തലർ അവരുടെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അവർ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്, 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിലാണത് പറയുന്നത്. സഹോദരന്മാരെ, പ്രത്യാശ കണ്ടോ, പ്രത്യാശ ഉള്ളവരുമുണ്ട്, പ്രത്യാശ ഇല്ലാത്തവരുമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലായിരിക്കുന്ന, പിതാവിലായിരിക്കുന്ന, പുത്രനിലായിരിക്കുന്ന, പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ദൈവസഭയുടെ അംഗങ്ങൾ പ്രത്യാശയില്ലാത്തവരല്ല, അവർ പ്രത്യാശ ഉള്ളവരാണ്. ഈ ലോകത്തിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്നിൽ ദൈവമക്കളാ, അല്ലെ ദൈവമക്കളല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രേ ഏരിയ ഇല്ല. ഒന്നിൽ പ്രത്യാശ ഉണ്ടില്ല, പ്രത്യാശയില്ല. ഒന്നിൽ രക്ഷിക്കപ്പെട്ടതാ, അല്ലെ രക്ഷിക്കപ്പെട്ടതല്ല. ഒന്നിൽ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നവരാ, അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവരാ. ഇവിടെ പറയുന്നുണ്ടോ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. ആ ആ ആ ആ ആ ആ യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തുമായിരിക്കും. ഉറപ്പാ, വരുത്തും. എന്നിട്ടാ പറയുന്നത്, കർത്താവ് 16-ാമത്തെ വാക്യത്തിൽ താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും. പിന്നെ ആ ആ ആ ആ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എന്നിട്ട് അവസാനത്തെ വാക്യം പറയാ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. ഇതാണ് പ്രത്യാശ തമ്മിൽ വർദ്ധിപ്പിക്കുന്നത്. പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നു, രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിനെ ഇവിടെ ആശ്വസിപ്പിക്കുന്നതാണ് ആ പ്രത്യാശ, അല്ലേ? അന്യോന്യം ആശ്വസിപ്പിക്കുന്നതാണ് പ്രത്യാശ. തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രത്യാശയാലാണ് നമ്മെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, ഉപദേശിക്കുന്നതെന്നാണ് പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആ ആ അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. പൗലോസിന് ഈ പ്രത്യാശ ഉണ്ടായിരുന്നു എന്നുള്ള തെളിയിക്കുന്ന ജീവിതമായിരുന്നു പൗലോസ് തൻ്റെ സുവിശേഷ യാത്രയിൽ ചെയ്തത്. അല്ലാതെ മറ്റുള്ള ഒരാളോട് പറയുകയും സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ പ്രത്യാശ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമല്ല പൗലോസിനുള്ളത്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നേ? ഇനി നീതിയുടെ കിരീടം. കണ്ടോ, അവിടെ കർത്താവിനെ, പൗലോസിന്റെ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തെസ്സലോനിക്യർ വിശ്വാസികളുടെ പ്രത്യാശ പോലെ തന്നെ കർത്താവിലാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. പ്രിയമച്ചേവർക്കും കൂടെ. അപ്പൊ പൗലോസ് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കർത്താവിൽ പ്രത്യാശ വെക്കുക, കർത്താവിൽ പ്രത്യാശ വെക്കുക, കർത്താവിൽ പ്രത്യാശ വെക്കുക.
തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, അവരങ്ങനെയാണ്, മറ്റുള്ളവരിൽ കർത്താവിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അടുത്ത ചില നിമിഷങ്ങൾക്കകം, ഒരുപക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം, എന്നാണെന്ന് അറിയുന്നില്ല, താൻ രക്തസാക്ഷിയാകാൻ പോകുന്നുവെന്നുള്ള ഉറപ്പ് ഉണ്ട്. അപ്പോഴും പ്രത്യാശ വെച്ചിരിക്കുന്നത് കർത്താവിലാണ്. ഒറ്റ വാക്ക് പറഞ്ഞ രക്ഷപ്പെടാൻ കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ് വിശ്വാസത്തിൽ താഴോട്ട് പോവാൻ. ഒരു വാക്ക്, കൈസർ ദൈവമാണെന്ന് പറഞ്ഞാൽ മതി. സീസർ ഇസ് ലോർഡ് എന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും കേട്ടോ? ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. സീസർ ഇസ് ലോർഡ്. നോ, സീസർ ഇസ് നോട്ട് ലോർഡ്. ജീസസ് ഇസ് ലോർഡ്. ക്രിസ്തുവാണ് ഏക കർത്താവ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നേ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു. പ്രത്യേകം ശ്രദ്ധിക്കും പൗലോസ്. ഒരിക്കൽ പോലും ഈ ലോർഡ്ഷിപ്പ് ഇല്ലാതെ കർത്താവിനെ പ്രസന്റ് ചെയ്യത്തില്ല. കാരണം ഒരു സൈഡിൽ മനുഷ്യൻ ലോർഡാന്ന് പറഞ്ഞ് നിൽക്കുക. അത് മൂലം തന്നെ അനേകർ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുക. പൗലോസ് ദൃഢനിശ്ചയത്തോടെ പറയുക, ഹി ഈസ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ. ഇതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത് നമ്മൾ വായിച്ചു. പത്രോസ് എന്താ പറയുന്നേ? വായിക്കണ്ട. പത്രോസിന് 1 ലേഖനം 1:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇറ്റ് ഈസ് എ ലിവിങ് ഹോപ്പ്. ജീവനുള്ള പ്രത്യാശ. പൗലോസ് വീണ്ടും റോമാലേഖനം 8:24 പറയുന്നു, ഈ പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. അവിടെ പറയുന്ന പ്രത്യാശ എന്താ? ആത്മാവെന്ന ആദിദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശ അല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യാശ, ട്രൂ ഹോപ്പ് ഈസ് എ സ്ട്രോങ് ലോങ്ങിങ് ടു ബി അറ്റ് ഹോം വിത്ത് ദ ലോർഡ്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഒരു അഭിവാഞ്ച. അതാണ് യഥാർത്ഥത്തിൽ പ്രത്യാശ. കൊരിന്ത്യർ 2:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. 2 Corinthians 5:2-8. അത് വായിക്കണ്ട. എന്നാ പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ പലപ്പോഴും പലയിടങ്ങളിലും എടുത്തു കളയപ്പെട്ടിരിക്കുകയാണ്. പകരം താൽക്കാലികമായ പലതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്തിരിക്കുക. നമ്മളെ തന്നെ ഒന്ന് നോക്കാം. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യാശ അവിടെ കടന്നുകൂടിയിട്ടുണ്ടോ? നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. നമ്മുടെ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കർത്താവിലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഉറച്ചിരിക്കുന്നത് 2 കാര്യങ്ങളിൽ. ഒന്ന് കർത്താവിൻ്റെ വാഗ്ദത്വവും കർത്താവിൻ്റെ ആണയും. അതാണ് എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ ആ ആ ആ ആ ആ സ്തോത്രം. അവിടെ 2 അല്ല 3 കാര്യം കാണാം. ഒന്ന്, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി കർത്താവ് അവിടെയുണ്ട്. 2, കർത്താവിൻ്റെ ആണയുണ്ട്. 3, കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രത്യാശ റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അടുത്തത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്നുള്ള പദം കാണാം. അത് ഞാൻ പറഞ്ഞു, സമ്മർദ്ദങ്ങളുടെ നടുവിലും തുടരുക. ഈ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലല്ല. മാഗിയുടെ 2 മിനിറ്റ് നൂഡിൽ ഉണ്ടല്ലോ അല്ലേ? വെള്ളം തിളപ്പിക്കുക, സംഭവം ഇടുക, പൊടി ഇടുക, കഴിക്കുക.
പണ്ട് 2 മിനിറ്റ് മാഗി മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ പെരളിയ. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ഓ, ഇറ്റ്സ് എ ടോയിൽ, റൈറ്റ്? ടോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇറ്റ്സ് എ പ്രോസസ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലേ? ആ പ്രോസസ് എന്ന് പറയുമ്പോൾ ക്ഷമയോടുകൂടിയുള്ള സഹനം, ക്ഷമയോടുകൂടിയുള്ള സഹനത്തിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. എങ്ങനെ പറയാം? പേഷ്യൻ്റ് എൻഡ്യൂറിങ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും. അത്ര മതി. താഴോട്ടുണ്ട് വിശുദ്ധന്മാരുടെ വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കി. ഓക്കെ, പൗലോസ് പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 ക്വാളിറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സകല സഹിഷ്ണുതയും. അവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റൈനിങ് ഓഫ് ഓൾ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് പേഷ്യൻസ്, ദീർഘക്ഷമ. അപ്പൊ ക്ഷമയോടുകൂടിയുള്ള സഹനം. ഇതാണ് കർത്താവ് മത്തായി സുവിശേഷം 24:13 പറഞ്ഞിരിക്കുന്നത്, അവസാനത്തോളം സഹിച്ചിരിക്കുന്നവൻ. The one who endures to the end will be saved. അവിടെ ഒരു സൈഡ് നോട്ടായിട്ട് പറയാം, നാം തന്നെ എൻഡ്യൂർ ചെയ്യുകയാണോ അതോ നമ്മുടെ അഡ്വക്കേറ്റ് നമ്മെ സഹായിക്കുകയാണോ? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിനും കൂടി വേണ്ടിയാ. നമ്മെ നിർത്തുന്നവൻ, പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ളവൻ, ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഈ നിമിഷവും മധ്യസ്ഥ അണയ്ക്കുമ്പോൾ, ഇവിടെയും നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന the mediator, the advocate who strengthens us. Hallelujah. It is the power of the Holy Spirit that is within us. നമ്മിലുള്ള കർത്താവിൻ്റെ ശക്തി. ഞാൻ പറഞ്ഞ പോലെ here is the hope. Here the hope is in a person. വ്യക്തിയിലാണ് ആ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ ഇത് ഓർത്ത് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയെ പറ്റി ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. വേറൊന്നുമല്ല ഓർക്കുന്നത്, അല്ലെങ്കിൽ അതുകൂടെ എഴുതി വെച്ചാൽ. ഇവരെക്കുറിച്ച് ഓർക്കുന്നത് ഇവരുടെ വിശ്വാസത്തിൻ്റെ വേല, ഇവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം, ഇവർ കർത്താവിലുള്ള സ്ഥിരമായ എൻഡ്യൂറിങ് ആയിട്ടുള്ള സഹനത്തോടു കൂടിയുള്ള പേഷ്യൻസോടു കൂടിയുള്ള പ്രത്യാശ. അടുത്തത് പൗലോസ് പറയുക, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ കാണുന്നു. 4-ാം വാക്യത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വാക്യം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് നോക്കിയാൽ 1 മുതൽ 14 വരെയുള്ള വാക്യം മലയാളത്തിൽ പല വാക്യങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഒറിജിനലിൽ ഒറ്റ വാക്യമായിട്ടാണ് പോയത്. കാരണം അത്രയ്ക്ക് ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. 3-ാം വാക്യത്തിൽ കോൺസ്റ്റന്റ്ലി ബെയറിംഗ് ഇൻ മൈൻഡ് യുവർ വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ് in our Lord Jesus Christ, in the presence of our God and Father, knowing, brethren beloved by God, his choice of you. മലയാളത്തിൽ വരുമ്പോൾ ഈ ദൈവമക്കൾക്ക് ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്ന് ഉള്ള ബോധ്യമുണ്ടല്ലോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അങ്ങനെയല്ല, മൂലഭാഷയിലും അങ്ങനെയല്ല. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
വിശ്വാസികൾക്കറിയാമെന്ന്, വിശ്വാസികൾക്ക് ഓഫ് കോഴ്സ് അറിയണം അല്ലേ, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വിശ്വാസികൾ അറിയണം. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസിയെ അറിയാമെന്നുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ദൈവം ഇവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് പൗലോസ് പറയുക, എനിക്കതറിയാം. അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, നാം അല്ല കർത്താവിനെ തിരഞ്ഞെടുത്തത്, കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ചുമ്മാ റാൻഡമായിട്ട് അങ്ങ് പറഞ്ഞതാണോ? ഇതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഇത് ഞാനൊന്ന് നോട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും അപ്പോസ്തലന്മാരെടുത്തിരുന്നത്. കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്. പൗലോസ് പറയുകയാണ്, എനിക്കറിയാം കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തെന്ന്. ഐ ക്യാൻ സീ ദാറ്റ്. അതെ, ഹിസ് ചോയ്സ് ഓഫ് യു, നോട്ട് യുവർ ചോയ്സ് ഓഫ് ഹിം. ഒരിക്കൽ പോലും പറയരുത് ഞാൻ കർത്താവിനെ അങ്ങ് സ്വീകരിച്ചത്. കർത്താവ് നമ്മെ സ്വീകരിച്ചു. ഭയങ്കര വ്യത്യാസം അത്. ചിന്തിച്ചു നോക്കിയ, കർത്താവ് നമ്മെ സ്വീകരിച്ചത് കൃപയാലും കരുണയാലും പിതാവിൻ്റെ അനാദിലുള്ള തെരഞ്ഞെടുപ്പിനാലും നിർണയത്താലും ഒക്കെയാണ്. നമ്മൾ പറയുന്നത് നമ്മളങ്ങ് സ്വീകരിച്ചെന്ന്. That's not how it works. അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. അതാ ഇവിടെ പറയുന്നേ, knowing brethren beloved by God, his choice of you. His choice of you. ഇവിടുത്തെ ഈ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും, ഒരാളെ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെ അറിയാം? അറിയാൻ പറ്റുമോ? ഞാനും എൻ്റെ ദൈവം തമ്മിൽ ആ കാര്യം നമ്മൾ പറയാറില്ലേ? ശരി, ആത്യന്തികമായിട്ട് നമ്മൾ തമ്മിൽ ആ കാര്യം, അവസാനം നമ്മൾ കർത്താവിന് മുമ്പിൽ പോയി നിൽക്കേണ്ടിയും വരും. ക്രിസ്തുവിൻ്റെ നിൽക്കണം, ബീമാ സീറ്റിന് മുമ്പിൽ നമ്മൾ പോയി നിൽക്കും. പക്ഷെ ഇവിടെ വെച്ചറിയാം, പൗലോസ് പറയുന്നു, നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം, ഹിസ് ചോയ്സ് ഓഫ് യു, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് വെളിപ്പെട്ട് വരുമെന്നല്ലേ എൻ്റെ അർത്ഥം. എങ്ങനെ? പ്രവൃത്തിയിലൂടെ തന്നെ വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. ഇവിടെ നോയിങ്, അതായത് നോയിങ് ബ്രദറൻ ബിലവഡ് ബൈ ഗാഡ്, അതിൽ നോയിങ് എന്നുള്ള അറിയുന്നു എന്നുള്ള ആ വാക്കിന് അർത്ഥം കാണുന്നു എന്നാണ്, മനസ്സിലാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് തിമത്തിയിൽ നിന്ന് ലഭിച്ച വിശ്വസ്ത റിപ്പോർട്ടാണ്. 10 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ 20ഓളം നാക്കുന്ന ഒരാളല്ല തിമത്തി. ഗുഡ് ന്യൂസിനകത്ത് ഇടാനേ 10 പേരെന്ന് പറയുമ്പോഴത്തേനെ 20 ആക്കി. ഇരിക്കട്ടെ, കർത്താവിനല്ലേ, ചില മഹത്വം ഇരിക്കട്ടെ. അങ്ങനെയല്ല തിമത്തി റിപ്പോർട്ട് കൊടുക്കുന്നത്. ആക്യുറേറ്റ് ആണ് റിപ്പോർട്ട്. അതിൽ നിന്ന് കിട്ടിയ ഒരു പിക്ചറുണ്ട്, ഈ ദൈവമക്കളെ കുറിച്ചുള്ള ചിത്രം. ഒരിക്കൽ അവിടെ നിന്ന് ഓടിച്ചതാ. ഭയത്തോടല്ല ഓടിയത്, കർത്താവിൻ്റെ ആജ്ഞയാൽ തന്നെ ഓടിയത്. എവിടെ കാണാം? ദൈവം വെച്ചാൽ നാളെ ചിന്തിക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു പട്ടണത്തിൽ പോകുമ്പോൾ അവിടെ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, അടുത്ത സ്ഥലത്ത് പോകും. കർത്താവിൻ്റെ 2ാം വരവോളം ഇസ്രായേൽ മൊത്തം അന്ന് അങ്ങനെ പറഞ്ഞേക്കുന്നത്, അത് പൂർത്തിയാക്കത്തില്ല എന്നാ പറഞ്ഞു, ഇത് പറഞ്ഞു തീരത്തില്ലെന്നാ പറഞ്ഞു. അത്രയ്ക്ക് കിടക്കുക. പൗലോസിനെ ഓടിച്ചപ്പോൾ പൗലോസ് പോയി, അവിടെ നിന്നില്ല പിന്നെ. എന്നാൽ അതിനു മുമ്പേ പലയിടങ്ങളിൽ താന് കഷ്ടം അനുഭവിച്ചു. ഒരിടത്ത് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് കരുതി പട്ടണത്തിന് വെളിയിൽ കൊണ്ട് വലിച്ചിട്ടു. കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളി അടുത്ത കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഈ പണ്ടൊരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം,
ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ സാജനോട് ഞാനിത് പറഞ്ഞു. സാജൻ മീൻസ് എൻ്റെ ഫ്രണ്ട് സാജനെ കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ ആത്മീയ കാര്യങ്ങളെ സംസാരിക്കുന്നത് പറഞ്ഞു, ദൈവം അനുവദിക്കാതെ ആ ഒരു സെക്കൻഡിൻ്റെ മുമ്പിൽ, ഒറ്റ സെക്കൻഡ് വ്യത്യാസത്തിൽ ഈ ലോകത്ത് നമ്മൾ പോവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ദൈവദാസൻ പണ്ട് പറഞ്ഞു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ നമ്മുടെ റോളറില്ലേ, റോളർ, അതിനെന്താ ഇവിടെ പറയുന്നത്? ഇവിടെ അങ്ങനെ കാണുന്നില്ല. റോഡ് പണി ഇവിടെ മിക്കവാറും ഒക്കെ സിമെൻറ്റാ അല്ലേ, സിമെൻറ്റ് റോഡുകൾ. ടാറിടുന്ന റോഡിന് മുകളിലൂടെ റോളർ പോരും. അതിനൊരു പേരുണ്ട്. ആ റോളറിൻ്റെ ഭാരം നമ്മളൊന്ന് ഓർത്ത് വയ്ക്കും. അത് വന്ന് തലയിൽ കൂടെ കയറിപ്പോയാലും ചാകത്തില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിലൂടെ പോണ്ടേ. അതിലൂടെ പോകുമ്പോൾ അതൊരു സഫറിങ് അല്ലേ. ഈ ദൈവദാസൻ അവിടുന്ന് പോയി പലയിടത്തുനിന്നും അടിച്ചോടിച്ചു, സഫറിങ്ങിലൂടെ കടന്നുപോയി. നാം പ്ലാന്റ് ചെയ്ത ആ വിത്തിന് ഫലമുണ്ടായി. അവരിൽ ഇപ്പൊ കാണുന്നുണ്ട് ഇവർ റിയലാ, ദൈവം അവരെ തിരഞ്ഞെടുത്താണ്. അതാ ഞാൻ പറയാൻ വന്നത്. He can perceive it, he can see it, the election of God on them. ദൈവം അവരെ തിരഞ്ഞെടുത്തത് കാണുക. ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? His choice of you. നമ്മളെ കാണുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് മറ്റുള്ളവർ പറയൂ? പറയണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ദൈവദാസൻ കാണുമ്പോൾ പറയുക, ഹീ ഈസ് എ ജെന്യുവൻ ബിലീവർ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അവനൊരു പ്രാർത്ഥന, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡൊക്കെ ഇച്ചിരി എക്സ്ട്രീമാ, പ്രാർത്ഥന വീരൻ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നവനാണെന്നുള്ളതാണ്. ഈ യാക്കോബിനെ പറ്റി പറയുമായിരുന്നു, ഒട്ടകമുട്ടുകാലൻ എന്നാ പറഞ്ഞത്. ഒട്ടകമുട്ടുകാലൻ, ക്യാമൽ നീസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒട്ടകത്തിൻ്റെ മുട്ടിൽ ഉള്ള തഴമ്പ് പോലെ അദ്ദേഹത്തിൻ്റെ മുട്ടിൽ തഴമ്പുണ്ടായിരുന്നു. കാരണം എന്താ? മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുക. പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. യഹൂദന്മാരുടെ ഒരു രീതിയാണ്. സ്തോത്രം. Paul is of the assurance that these people are the elect of God. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്നേ. ഞാനുള്ള കാര്യം പറയാം. ദൈവസന്നിധിയിലായതുകൊണ്ടുകൂടാ, തൻ്റെ ഇടത്തോടെ എന്ന് പറയുന്നില്ല, പ്രാഗൽഭ്യത്തോടെ പറയാം. ആ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. യു ആർ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ഓരോരുത്തരും. ഈ വചനത്തിന് അത്രയും ഊന്നലും, ഇതിന് ഒരു വള്ളിക്ക് പോലും വ്യത്യാസം വരരുതേ. കാരണം ഇത് യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നത്. ഒരാളുടെയും വകയല്ല നിങ്ങൾ, ഒരു പ്രസ്ഥാനത്തിൻ്റെയും വകയല്ല, ഒരു ഇസത്തിൻ്റെയും വകയല്ല നിങ്ങൾ. നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ആ ബോധ്യമുണ്ടോ നമുക്ക്? ഹല്ലേലൂയ. ഓരോ ദൈവദാസന്മാരും അങ്ങനെ വേണം ശുശ്രൂഷിക്കാൻ. കാരണം ഇത് നമ്മുടെ ആളുകളല്ല. ഇത് നമ്മുടെ കർത്താനദാസൻ പറയത്തില്ലേ, ഓരോരുത്തരുടെ പേരിലാണ് ഇപ്പൊ മിനിസ്ട്രി അറിയപ്പെടുന്നത്. ഇവിടുത്തെ കറൻസിയുടെ പേരിലുള്ള ഒരാളുണ്ട്, ലാസ്റ്റ് നെയിം ഡോളർ. ഓരോരുത്തരുടെ പേരിൽ അറിയപ്പെടുന്നേ. അതിനകത്ത് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നോ, യു ബിലോങ് ടു ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നല്ല എഴുതിയിരിക്കുന്നത്. അതിന് അതിക്കുള്ള തെളിവെല്ലാം വേണം. നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പണിയാണ്, നിങ്ങൾ അവൻ്റെ കൃഷിയാണ്, നിങ്ങൾ അവൻ്റെ തോട്ടമാണ്, നിങ്ങൾ അവൻ്റെ കാന്തയാണ്. ഹല്ലേലൂയ. മൂല്യമുണ്ട്. ദൈവം അത്ര മൂല്യം വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അന്യോന്യമുള്ള മൂല്യവും ദൈവദാസന്മാർക്ക് ഉള്ള ഉത്തരവാദിത്വം അത് കാണിക്കുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Pastor's responsibility about how he handles the word to them. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടമാണ് അത് പറയുന്നത് കേട്ടോ.
ഹിസ് ചോയ്സ് ഓഫ് യു. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച അവിടുത്തെ മറ്റൊരു വാക്കുണ്ട്, ബ്രദറൻ, സഹോദരന്മാരെ. ചുമ്മാ എഴുതി വിട്ടല്ല, ബ്രോ എന്ന് വിളിക്കുന്ന അല്ലത്. നമ്മൾ ഈ കന്നഡത്തൊക്കെ ഈ കർമ്മന്മാരാണ് നമ്മളെ വിളിക്കുന്നത്, ബ്രോ എന്ന് വിളിക്കത്തില്ലേ, അതല്ല ഈ സംഭവം. ബില്ലവഡ് എന്നുള്ള വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട്. ബില്ലവഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലവഡ് എന്നർത്ഥം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചിന്തിച്ചതാണ്, പ്രിയൻ, പ്രിയൻ, പ്രിയൻ. എല്ലാവരെയും വിളിച്ചേക്കുന്നേ, ചില കൂട്ടരെ മാത്രമല്ല. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ദൈവത്തിന് പ്രിയനാ. ബില്ലവഡ്, ബില്ലവഡ്, ബില്ലവഡ്. ഞാൻ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം അങ്ങനെ ഒരു ദുരുപദേശം ഉണ്ട്, അതുകൊണ്ടാണ്. ചിലർ മാത്രം പ്രിയർ, ചിലർ മാത്രം മക്കള്, ചിലർ പിന്നെ കൊച്ചുമക്കള്, അങ്ങനൊന്നുമില്ല. ഇവിടെ എല്ലാവരെയും കൂട്ടി വിളിച്ചേക്കുക, ബില്ലവഡ്. മാത്രമല്ല ബ്രദറൻ, സഹോദരങ്ങൾ. രക്തബന്ധമൊന്നുമില്ലായിരിക്കും നമ്മൾ തമ്മിൽ, ക്രിസ്തുവിൽ നമ്മൾ സഹോദരങ്ങളാണ്. ക്രിസ്തുവിന്റെ പ്രിയരാണ് നമ്മൾ, ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പിലുള്ളവരാണ് നാം. അതുകൊണ്ട് നമുക്ക് ധൈര്യം വർദ്ധിക്കണം. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ റിങ് ചെയ്യണം. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ അവന്റെ പുത്രന്റെ രക്തത്തിന്റെ വകയാണ്, ഞാൻ അവന്റെ മണവാട്ടിയാണ്, ഞാൻ അവന്റെ ബിലവഡാണ്. നമ്മളെല്ലാവരും ആരാണ്? ബ്രദറൻ, സഹോദരങ്ങളാണ്. അതൊരു സഭയുടെ പേരല്ല, ബ്രദറൻ. ഇതാണ്. അതിലേ പോയി കഴിഞ്ഞാൽ യാക്കോബിന്റെ അവിടെ ചെല്ലും, അവിടെ പോണ്ട. ഒരപ്പന്റെ മക്കൾ എന്ന് പറയുമ്പോഴത്തേന് പിന്നെ ഞങ്ങളെല്ലാം പരമാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. സഹോദരൻ, എഫേസ്യർ 4-ാം അധ്യായത്തിൽ എഴുതുന്നുണ്ട്, 1:1:1:1. ഏതാ? ഒരു സ്നാനം, ഒരാത്മാവ്, ഒരു പിതാവ്, ഒരു ക്രിസ്തു, ഒരു സ്നാനം. അതാണ് ഐക്യത എന്ന് പറയുന്നത്. സ്തോത്രം. കണ്ണടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ മക്കളായി തീരുവാൻ അനാദിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ വലുപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ്. ഞങ്ങൾ ഈ ലേഖനം പഠിക്കുമ്പോൾ കുറച്ച് ജ്ഞാനം വർദ്ധിച്ചു എന്ന് ഒരിക്കലും പറയാനിടയാകരുതേ. ഇത് കേൾക്കുന്നതിലൂടെ അവരുടെ ആ മാതൃകാ സഭ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ പിന്നിലെ പ്രയത്നം കാണുന്നവൻ അങ്ങാകയാൽ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിൽ മാത്രമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തല്ലോ, അത് ഞങ്ങൾക്കറിയാം. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിലും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിലൂടെ പുറത്തു വരുവാനിടയാക്കണമേ. ഞങ്ങൾ അങ്ങയുടെ പ്രിയനാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഞങ്ങൾ അന്യോന്യം സഹോദരങ്ങളാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ യാചകനും കേട്ടതിനായി നന്ദി പറയുന്നു. വളരെ അവിടുത്തെ സഭായോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ കൂട്ടി വരുത്തണം, ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചെങ്കിൽ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദൈവസഭയിലെ ഓരോ കുടുംബങ്ങളോടും ലോകമ്പാടുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ 2ാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.